കൊല്ലം നഗരഹൃദയത്തിൽ ആഭിചാരത്തിന്റെ മറവിൽ ക്രൂരത. മുണ്ടക്കൽ സ്വദേശിയായ ഷിനു മന്ത്രവാദത്തിന്റെ പേരിൽ നിരവധി പേരിൽ നിന്ന് തട്ടിയെടുത്ത് ലക്ഷങ്ങൾ. സമൂഹത്തിലെ ഉന്നതർ ഉൾപ്പെടെ വിശ്വാസത്തിന്റെ പേരിലുള്ള ചൂഷണത്തിന് ഇരകളായി. പോക്സോ കേസിൽ നിലവിൽ റിമാൻഡിലാണ് ഷിനു. ഒറ്റമുറിയിലെ പൂജാമണ്ഡപം, 8 കൈയുള്ള പ്രതിഷ്ഠ, കാഴ്ചയിൽ ഭീതിയുളവാക്കുന്ന അന്തരീക്ഷം. കൊല്ലം അമ്മച്ചി വീട്ടിലെ ഷിനുവെന്ന ദുർമന്ത്രവാദിയുടെ ആഭിചാര കേന്ദ്രം ഇങ്ങനെയാണ്. ഭർത്താവിനെ വശീകരിക്കാൻ തുടങ്ങി ശത്രുവിനെ കൊലപ്പെടുത്താൻ വരെ ഷിനുവിനെ തേടി നിരവധി പേർ എത്തി. എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെയും ആ സമയത്തുള്ള കാലം ഇത് ജ്യോതിഷം നോക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു, അമ്മായിയമ്മ എനിക്ക് കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട്, അതാണ് കാലം ചുറ്റി അനുഭവിക്കുന്നത്, അതാണ് ഒന്നും ശരിയാകാത്തത്. ഇവിടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോഴും പുള്ളിക്കാരൻ സംസാര രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പുള്ളിക്കാരൻ്റെ കൂടെ ബന്ധപ്പെടുകയാണെങ്കിൽ ബന്ധപ്പെടുന്ന ആൾക്ക് 10 വയസ്സ് കൂടുതൽ ആയുസ് ലഭിക്കും എന്നുള്ള രീതിയിൽ. ആഭിചാരത്തിനായി എത്തിയ പെൺകുട്ടികളെ ഷിനു ദുരുപയോഗം ചെയ്തു, ഭയപ്പെടുത്തി ലൈംഗിക ഉപദ്രവം. മോളെ കൊണ്ടുവന്ന് പറഞ്ഞ് ഇയാൾ ഒരു കാര്യം ചെയ്യും, മാഡം ഇറങ്ങിച്ച് വെളിയിലിരും, മോളെടുത്ത് ഇതാണ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് മോള് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അമ്മ പോവാം എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ എന്തോക്കളെ എന്നെ സ്വാമി ഇതേണക്ക് ബാഡ് ടച്ച് ചെയ്തു. ഞാൻ പറഞ്ഞു എന്തു പറ്റി? അത് എൻ്റെ സ്വകാര്യ ഭാഗത്തൊക്കെ സ്വാമി പിടിച്ച്. ഓഫീസിൽ 5 സ്ഥിരം ജീവനക്കാർ സദാസമയവും ഉണ്ടാകും. 1000 രൂപയും ഭക്ഷണവുമായിരുന്നു ജീവനക്കാരുടെ ദിവസവേതനം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ ആയുസ് വർദ്ധിക്കുമെന്നായിരുന്നു ഷിനുവിന്റെ അവകാശവാദം. ഒടുവിൽ 11കാരിയെ ഉപദ്രവിച്ച സംഭവത്തിൽ പോക്സോ കേസിൽ ഷിനു പിടിയിലാകുമ്പോഴും ഇയാളുടെ ആഭിചാര ക്രിയ സംബന്ധിച്ച് അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല. ഷിനുവിന്റെ ഉന്നത ബന്ധങ്ങൾ തന്നെയാണ് ഷിനുവിനെ എന്നും സംരക്ഷിച്ചു നിർത്തിയിരുന്നത്. നഗരഹൃദയത്തിൽ ആഭിചാര ക്രിയ നടത്തി ഷിനു മുന്നോട്ട് പോകുമ്പോഴും പോലീസും നാട്ടുകാരും പറയാൻ മടിച്ചു, ഭയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോക്സോ കേസിൽ അകത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ഷിനുവിന്റെ ആഭിചാര ക്രിയകൾ സംബന്ധിച്ച് പുറത്തു പറയാൻ ഇരകൾ പോലും തയ്യാറാകുന്നത്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.